ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേസ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ആയിരുന്നു ദൃശ്യമായത്. സെൻസെക്സ് ഏകദേശം 800 പോയിന്റോളം ഡൗൺ ആയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിലും ഒരു പ്രഷർ തന്നെയായിരുന്നു ദൃശ്യമായത്. ഏകദേശം 4 ലക്ഷം കോടി രൂപയോളമാണ് ഇന്ന് മാർക്കറ്റിൽ നിന്നും വൈപ്പ് ആയത്. അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി പല ലോങ് പൊസിഷൻ എടുത്ത ട്രേഡേഴ്സ് അവർ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മാറി എന്ന് തന്നെയാണ് ഈ ഒരു സെൽ ഓഫിനുള്ള മെയിൻ റീസൺ ആയി മാറിയത്. ഇന്ന് NSEയുടെ വോളിയം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് ഏവറേജിനേക്കാൾ കൂടുതലായിരുന്നു. അതും മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കൺസേൺ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ കൺസേൺ ആക്കിയത് എന്ന് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം. പല കമ്പനികളുടെയും റവന്യൂവിലും പ്രോഫിറ്റിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നുണ്ട്. ഇതൊരു കൺസേണിനുള്ള കാര്യം തന്നെയാണ്. അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ പല കൺട്രികളും റെസ്ട്രിക്ഷൻസ് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. കാരണം COVID-19 കേസസ് വളരെ പെട്ടെന്ന് തന്നെ കൂടുന്നത് പഴയ ഒരു സ്ഥിതിയിലേക്ക് മൂവ് ചെയ്യുമെന്ന ഒരു കൺസേൺ കാരണം അവർ റെസ്ട്രിക്ഷൻസ് കൂട്ടുന്നുണ്ട്. ഇതും മാർക്കറ്റിനെ നെഗറ്റീവായി എഫക്ട് ചെയ്യും എന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഭയവും ഒരു സെൽ ഓഫിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും വലിയ തോതിൽ തന്നെ കോവിഡ് കേസസ് വർദ്ധിക്കുന്നുണ്ട്. അതും ഒരു കൺസേൺ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ COVID-19 വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകളൊന്നും വരാത്തതും മാർക്കറ്റിൽ ഒരു പ്രഷർ സൂചിപ്പിക്കുന്നുണ്ട്. റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയ മേജർ യൂറോപ്യൻ കൺട്രീസ് സ്പെയിൻ, ഗ്രീസ്, ഡെൻമാർക്ക് അടക്കമുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് യൂറോപ്യൻ കൺട്രികളും വരും ദിവസങ്ങളിൽ ഇവരുടെ പാത സ്വീകരിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രഷർ തന്നെ ദൃശ്യമാകും. ഈ ഒരു വറി കാരണം തന്നെയായിരുന്നു യൂറോപ്പിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ഇന്നൊരു പ്രഷർ ദൃശ്യമായത്. HSBCയുടെ ഷെയറുകൾ ഓൾ ടൈം ലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതും ഇൻവെസ്റ്റേഴ്സിന് ഒരു വറി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. ഈ ഏപ്രിൽ മുതൽ ജൂൺ ക്വാർട്ടറുകളിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഏകദേശം 19,963 കോടി രൂപയുടെ ഫ്രോഡ് കേസുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഒരു RTI ക്വാറിക്ക് നൽകിയ റിപ്ലൈ. അതിൽ ഒന്നാമതായുള്ളത് SBI തന്നെയാണ്. ഏകദേശം 2,050 കോടി രൂപയോളം SBIയിൽ നിന്ന് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഈ ന്യൂസുകൾ ഈ സെക്ടറിലുള്ള പല സ്റ്റോക്കുകളിലും ഒരു പ്രഷർ സൃഷ്ടിച്ചിരുന്നു. ഓവറോൾ നെഗറ്റിവിറ്റിയും ഈ സെക്ടറിനെ ഒരു പ്രഷറിലേക്ക് ഇന്ന് നയിച്ചിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി 50 282 പോയിന്റോളം ഡൗൺ ആയി 11,220 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 359 പോയിന്റോളം ഡൗൺ ആയി 7,802 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 740 പോയിന്റോളം ഡൗൺ ആയി 21,290 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 459 പോയിന്റോളം ഡൗൺ ആയി 15,317 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 253 പോയിന്റോളം ഡൗൺ ആയി 10,433 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 1,012 പോയിന്റോളം ഡൗൺ ആയി 29,447 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 141 പോയിന്റോളം ഡൗൺ ആയി 19,685 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 78 പോയിന്റോളം ഡൗൺ ആയി 1,553 പോയിന്റിലും നിഫ്റ്റി ഫാർമ 549 പോയിന്റോളം ഡൗൺ ആയി 11,771 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് TCS, ഇൻഫോസിസ്, അതുപോലെ കോട്ടക് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ലൻഡ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, അതുപോലെ JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. സെൻസെക്സ് ഇന്ന് 811 പോയിന്റോളം ഡൗൺ ആയി 38,034 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് കോട്ടക് ബാങ്ക്, ഇൻഫോസിസ്, അതുപോലെ TCS തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് HDFC ബാങ്ക്, പവർ ഗ്രിഡ്, HCL ടെക്, ITC, L&T, ബജാജ് ഓട്ടോ, അതുപോലെ റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. ഓവറോൾ സ്റ്റോക്കുകളിലുണ്ടായ നെഗറ്റിവിറ്റിയും അതുപോലെ അവരുടെ കസക്കിസ്ഥാനിലെ അസോസിയേറ്റ്സിന്റെ ലൈസൻസ് സംബന്ധിച്ച ന്യൂസും സ്റ്റോക്കിൽ ഒരു കറക്ഷന് ആക്കം കൂട്ടിയിട്ടുണ്ട്. SL പ്രോപാക് ഷെയറുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്ലാക്ക് സ്റ്റോൺ ഏകദേശം 23% SLന്റെ ഷെയർ സെൽ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ മൂവിന് ഇടയാക്കിയത്. റിഡ് സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ഒരു ബൈബാക്ക് അനൗൺസ് ചെയ്തിരുന്നു. ഏകദേശം 257 കോടി രൂപയുടെ ബൈബാക്കാണ് അവർ അനൗൺസ് ചെയ്തത്. 265 രൂപ പെർ ഷെയർ ആണ് ബൈബാക്ക് നടത്തുന്നത്. ഏകദേശം 96.98 ലക്ഷം ഷെയർസാണ് തിരിച്ചു വാങ്ങാൻ അവർ ആലോചിക്കുന്നത്. ആംബർ എന്റർപ്രൈസസ് സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓവറോൾ മാർക്കറ്റിലെ നെഗറ്റിവിറ്റിയും കമ്പനി സദ്വാൽ റെഫ്രിജറേറ്റേഴ്സിന്റെ കൂടുതൽ ഷെയറുകൾ കരസ്ഥമാക്കി എന്ന ന്യൂസും ഇന്ന് വന്നിരുന്നു. അത് സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷന് ഇടയാക്കിയിട്ടുണ്ട്.
ഫ്യൂച്ചർ എന്റർപ്രൈസസ് സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ കമേഴ്ഷ്യൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു സ്റ്റോക്കിന് ഒരു പ്രഷർ സൃഷ്ടിച്ചത്. അവരുടെ മെച്യൂരിറ്റി കഴിഞ്ഞിട്ടും പേ ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. 90 കോടി രൂപയോളമാണ് അവർ പേ ചെയ്യാനുണ്ടായിരുന്നത്. ഇന്ന് ടെലികോം കമ്പനികളെ സംബന്ധിച്ച് ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് മാർച്ച് 2020 ഇന്ത്യയുടെ ഇന്റർനെറ്റ് സബ്സ്ക്രിപ്ഷൻ ഏകദേശം 7.43 മില്യനായി വർദ്ധിച്ചിട്ടുണ്ടെന്നായിരുന്നു ന്യൂസ് വന്നത്. അതുപോലെ റിലയൻസ് ജിയോ 52.3% മാർക്കറ്റ് ഷെയർ നേടിയിട്ടുണ്ട്. ഭാരതി എയർടെലിന് 23.6%, വോഡാഫോൺ ഐഡിയക്ക് 18.7%മാണ് ഈ പീരീഡിലുള്ള മാർക്കറ്റ് ഷെയറുകൾ. ഇന്ന് റൂട്ട് മൊബൈൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല റിട്ടേൺ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഒരു കറക്ഷൻ മോഡിലേക്കാണ് പോകുന്നത്. പല ഇൻവെസ്റ്റേഴ്സും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മാറിയതാണ് ഈ ഒരു കറക്ഷനുള്ള മെയിൻ റീസൺ. ബിർള കോർപ്പറേഷൻ ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൽക്കട്ട ഹൈക്കോടതിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തീരുമാനമാണ്. അതായത് ഹർഷവർദ്ധൻ ലോധയെ കമ്പനിയിൽ ഒരു പൊസിഷനിലും ഹോൾഡ് ചെയ്യാൻ കോടതി സമ്മതിച്ചിരുന്നില്ല. ഇത് തന്നെയായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. സ്യൂഡസ് ഷെയറിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു ദൃശ്യമായത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തീരുമാനം കൊണ്ടാണ് ഇന്നൊരു ഡൗൺ ട്രെൻഡ് ഇന്ന് ഈ സ്റ്റോക്കിൽ വിസിബിൾ ആയത്. കാരണം സ്യൂഡസ് ഫാമിലി ട്രസ്റ്റിലേക്ക് ഏകദേശം 349 കോടി രൂപയോളം വർത്ത് വരുന്ന ഷെയറുകൾ അവർ നൽകിയിരുന്നു. ഇതായിരുന്നു മാർക്കറ്റ് ഇന്ന് നെഗറ്റീവായി എടുക്കാനുള്ള മെയിൻ റീസൺ. രാംകോ സ്റ്റോക്കിൽ ഇന്നൊരു അപ്പ് മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഒരു പുതിയ എഗ്രിമെന്റ് കാരണമായിരുന്നു ഈ ഒരു മൂവ്മെന്റ് ഇന്ന് സ്റ്റോക്കിൽ പ്രകടമായത്. ഏവിയേഷൻ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു അവർ നടത്തിയത്. CHI ഏവിയേഷനുമായിട്ടായിരുന്നു ഈ ഒരു എഗ്രിമെന്റിൽ ഇവർ കൊളാബറേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.